കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. പഞ്ചകോശോപാസനാ രീതി, പഞ്ചകോശങ്ങളുടെ ഉപാസന, പഞ്ചകോശോപാസനാ രീതി. നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ നെട്ടോട്ടോടുന്നു, കരയുന്നു, ചിരിക്കുന്നു, കുറ്റം പറയുന്നു, പരദൂഷണം പറയുന്നു, അവിടെ ഇവിടെയൊക്കെ നിന്ന് ജീവിതം കളയുന്നു. നമ്മൾ ആരും ചെയ്യാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ബെഡ്റൂമിലിരുന്ന്, നമ്മുടെ പൂജാമുറിയിലിരുന്ന്, വിളക്ക് കൊളുത്തി വെച്ച് വിളക്കിൻ്റെ മുൻപിലിരുന്ന് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. അതിലൊന്നുള്ളത് ഗായത്രി ഉപാസന പോലെ തന്നെ മറ്റൊരു ഉപാസനയാണ് പഞ്ചകോപാസന രീതി. ഈ പഞ്ചകോപാസന എന്നാൽ, ഈ ഉപാസന എന്നാൽ എല്ലാ കോശങ്ങളെയും, നമ്മുടെ ശരീരത്തിലുള്ള ലക്ഷോപലക്ഷം കോശങ്ങളെയും തിരിച്ചറിയുക. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ തന്നെ തിരിച്ചറിയുക. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയുണ്ട് നമ്മൾ തിരിച്ചറിയുക. ഞങ്ങൾ ഹിപ്നോതെറാപ്പി ചെയ്യുന്ന സമയത്ത് ഹിപ്നോതെറാപ്പിയിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ആദ്യം ദർശിക്കുക. ഇത്രയും കാലം നിങ്ങൾ കാണാതിരുന്നൊരു വസ്തുവാണ് നിങ്ങളുടെ ശരീരം. നിങ്ങളുടെ മനസ്സുകൊണ്ട്, നിങ്ങളുടെ ദൃഷ്ടി കൊണ്ട്, നിങ്ങൾ കണ്ണ് തുറന്നിട്ടല്ല ശരീരം കാണേണ്ടത്. കണ്ണാടിയിൽ മുഖം കാണാം, അതുപോലെയല്ല. കണ്ണടച്ച് മനസ്സുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ദർശിക്കുക. ഒരു കർഷകൻ തൻ്റെ പാടത്തെ കൃഷിസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മൊത്തം ദർശിക്കുക. ഒരു ഉപാസന എന്നാൽ അത് തന്നെയാണ്. എല്ലാ കോശങ്ങളെയും തിരിച്ചറിയുക. ആനന്ദമായ കോശത്തിലെത്താവുന്നതുമായ അഭ്യാസമാണ് ഗായത്രി, അഥവാ ഈ ആനന്ദമയമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപാസനയും ഒരു പ്രക്രിയയും ഒരു അഭ്യാസവുമാണ് ഈ ഉപാസനാ രീതി. നമ്മുടെ കോശങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, ദൃഷ്ടി തിരിച്ചറിയുക എന്നുള്ളത്, മനസ്സുകൊണ്ട് അതിനെ കാണുക എന്നുള്ളത്. ഗായത്രി അഥവാ ഈശ്വരനും ഞാനും ഒന്നാണെന്ന അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ, ഗായത്രിയും ഈശ്വരനും ഞാനും, നമ്മൾ മൂന്നുപേരും ഗായത്രിയും ഈശ്വരനും ഞാനും ഒന്നാണ് എന്ന അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആനന്ദത്തിൽ ആറാടാനുള്ള അവസരം നമുക്ക് കൈവരുന്നത്. അങ്ങനെ വരാനൊരു സാധാരണ മനുഷ്യന് ഒരു ദിവസം കൊണ്ടോ ഒരു സുപ്രഭാതം കൊണ്ടൊന്നും സാധിക്കില്ല. പക്ഷെ ഈ ഉപാസനാ രീതി സ്വായത്തമാക്കുന്ന, ആത്മീയതയുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതൊന്നും അല്ല ഇത്. സാധാരണക്കാരന് തൻ്റെ ജീവിതം ആനന്ദ നിർവൃതിയിലാടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിനെ പണ്ട് എല്ലാവരും അടക്കി വാണിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ശക്തിവത്തായ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കാരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പം ഈ ജീവിതത്തെ ആനന്ദമയമായ ഒരു ആഹ്ലാദത്തിലേക്ക് എത്തിക്കാൻ, ആ മൂർധന്യാവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ആനന്ദത്തിൽ ആറാറുടെ ഒരു അവസരമാണ് നമുക്ക് ഇതുമൂലം കൈവരുന്നത്. ഈ ഉപാസന ആരംഭിക്കുന്നതിന് മുമ്പ് ജ്ഞാനബോധത്തോടെയും ഭയഭക്തിയോടെയും നിലവിളക്ക് കൊളുത്തി വയ്ക്കണം. വളരെ ജ്ഞാനത്തോടെയും ഭയഭക്തിയോടെയും ശുദ്ധിയോടെയും നമ്മൾ നിലവിളക്ക് കൊളുത്തി വയ്ക്കണം. 5 തിരികളാണ് ഇടുന്നതെങ്കിൽ കൂടുതൽ നല്ലത് 5 തിരിയിട്ടൊരു വിളക്ക് കൊളുത്തി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ദീപനാളത്തിന് അഭിമുഖമായിട്ട് വിളക്ക് ഫ്രണ്ടിൽ കൊളുത്തി വെച്ചിട്ട് ആ ദീപനാളങ്ങൾക്ക് അഭിമുഖമായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന്, അതായത് നേരെ സൂര്യൻ ഉദിക്കുന്ന എവിടെയാണോ കിഴക്കോട്ട്, അതിരാവിലെ ആണെങ്കിൽ വളരെ നല്ലത് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന വേണം. അല്ല വൈകിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ, എങ്ങനെയാണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം ഉപാസന ആരംഭിക്കാൻ. ചമ്രം പടിഞ്ഞ് കൈകൂപ്പി വിളക്കിനെ തൊഴുതുകൊണ്ടാണ് സങ്കല്പം ചെയ്യേണ്ടത്. പഞ്ചകോപാസന രീതി കൈകൂപ്പി വിളക്കിനെ തൊഴുതുകൊണ്ടാണ് ചെയ്യേണ്ടത്. പ്രത്യക്ഷത്തിൽ കാണുന്നതിനെ ഒക്കെയാണ് ആദ്യം സങ്കല്പം ചെയ്യേണ്ടത്. ആദ്യം കാണുന്നത് വിളക്ക്, പിന്നെ കാണുന്ന വിളക്കിലെ ദീപം, ഇതിനെയൊക്കെ നമ്മൾ സങ്കല്പം ചെയ്യണം. വിളക്കും ദീപവും നമ്മളിലേക്ക് ലയിക്കുന്നു എന്ന് നമ്മൾ ദീപം ചെയ്യണം. ആദ്യം സങ്കല്പം ചെയ്യണം. ഞാൻ ശ്വസിക്കുന്നുണ്ടെന്നും ശ്വസിക്കുന്ന വാതകം ഓക്സിജൻ ആണെന്നും ഒക്കെ നമ്മൾ സങ്കല്പിക്കുക. ഞാൻ നല്ലതുപോലെ ശ്വസിക്കുന്നു, ശ്വസിക്കുന്നത് ഓക്സിജനാണ്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ല. ഈ ശ്വസിക്കുന്ന വാതകം ഓക്സിജൻ ആണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. ഇങ്ങനെയൊക്കെ സങ്കല്പിച്ചു കഴിഞ്ഞ പ്രാണമയ കോശത്തിലേക്ക്, നമ്മുടെ കോശങ്ങളിലേക്ക്, ലക്ഷോപലക്ഷം കോശങ്ങളിലേക്ക് നമ്മൾ ഓക്സിജൻ വലിച്ചെടുത്ത് ഇങ്ങനെ നിറയ്ക്കുക. നല്ലതുപോലെ ഓക്സിജൻ വലിച്ചെടുത്ത് നിറയ്ക്കുക എന്ന തിരിച്ചറിവാകുമ്പോൾ നമ്മുടെ പ്രാണൻ നിരസിക്കപ്പെടുന്നു. നമ്മൾ ഈ വിളക്കിനെ നോക്കി, ഈ വിളക്കിന്റെ ദീപത്തെ നോക്കി, മുന്നിൽ കാണുന്നതിനെ സങ്കല്പിച്ചുകൊണ്ട് ശ്വാസം എടുത്തെടുത്തെടുത്തെടുത്ത് നമ്മുടെ കോശങ്ങളിലേക്ക് ഓക്സിജൻ നിറച്ചു കഴിയുമ്പോൾ, ബ്രെയിനിലും തലച്ചോറിലും ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും ഈ ഓക്സിജൻ നിറച്ചു കഴിയുമ്പോൾ നമ്മളുടെ പ്രാണൻ നിരസിക്കപ്പെടുന്നു. പിന്നെ നമ്മൾ എന്താണ്? പ്രാണനില്ലാത്തൊരു ജീവവസ്തുവായിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മുടെ അന്നമയ കോശവും പ്രാണമയ കോശവും മനോമയ കോശവും എല്ലാം അപ്പോൾ ഒഴിവാക്കപ്പെടുന്നു. പഞ്ചകോശങ്ങളെല്ലാം ഒഴിവാക്കപ്പെടുന്നു. ഞാൻ പ്രപഞ്ചമാകുന്ന പടർന്നു നിൽക്കുന്ന വിജ്ഞാനത്തിന് ഉടമയാണെന്ന ബോധം ഉപാസനയിൽ വന്നു നിറയുന്നു. നമ്മൾ അങ്ങനെ ചെയ്ത് 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 ഒരു ദിവസം ഓടിച്ചെന്നൊരു വിളക്ക് കൊളുത്തി വിളക്കിന്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മളവിടെ മുമ്പിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന വിളക്കിനെ നോക്കിയിരുന്നിട്ട് ശ്വാസം എടുത്താലൊന്നും ശരിയാവില്ല.
കാലം പിടിച്ച് ദിവസങ്ങളും കാലങ്ങളും സമയങ്ങളും എടുത്തിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അത് ചെയ്യുന്ന സമയത്ത് ആത്മീയതയുടെ മൂർധന്യാവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത് നമുക്കറിയാൻ പറ്റും. ഏതൊരു മനുഷ്യനും ഈ സമയത്ത് നമ്മുടെ പഞ്ചകോശങ്ങളും ഇല്ലാതായി, നമ്മുടെ പ്രാണനും ഇല്ലാതായി, നമ്മൾ വിജ്ഞാനത്തിന്റെ മറുകുടത്തിൽ എത്തിച്ചേരുന്ന പോലെ ഒരു ഉപാസകനിൽ ഒരു ബോധം വന്ന് നിറയും. അങ്ങനെ വന്ന് നിറയുന്ന സമയത്ത് ഈ വിജ്ഞാനത്തിലൂടെ നമ്മൾ ആനന്ദത്തിൽ എത്തിച്ചേരും. പിന്നീട് എല്ലാം ശാന്തവും സുഭദ്രവുമാവും. ഇങ്ങനെ ദിവസവും ചെയ്യാൻ സാധിച്ചാല്, എല്ലാ ദിവസവും നമ്മൾ ഈ പഞ്ചമയ കോശ ഉപാസന രീതി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാല്, ഇതിന് തുടക്കം മുതലേ നമ്മൾ പല കാര്യങ്ങൾ വേറെയും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഈ സിമ്പിളായ രീതി നമ്മൾ ഉപാസിക്കാൻ ശ്രമിച്ചാല്, ഈ ഉപാസന രീതി നമ്മൾ സ്വായത്തമാക്കി കഴിഞ്ഞാല്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല ആനന്ദ അനുഭൂതികളും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ശാന്തവും സുഭദ്രവുമായ ഒരു തലത്തിലേക്ക് എത്തിച്ചേരും. ശരീരത്തെ നമ്മൾ ഇങ്ങനെ സമുദ്രത്തിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതായിരിക്കണം, അങ്ങനെ ചെയ്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മുഴുവനും ആനന്ദത്തിൽ ആറാടുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും.